ഹായ്, വെൽക്കം ടു വേവിങ്സ്. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് കേട്ടിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കേട്ടിട്ട് കാറ്റഗറി 1നും 2വിനും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ക്വസ്റ്റ്യൻ വായിക്കാം. 100 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 72 km/മണിക്കൂർ വേഗത്തിൽ സഞ്ചരിക്കുന്നു. ഈ ട്രെയിൻ 500 മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകാൻ എടുക്കുന്ന സമയം എത്ര എന്നാണ് ചോദ്യം. ഇത് നിങ്ങൾക്ക് വേഗതയുടെ മീൻസ് സ്പീഡിൻ്റെ ഇക്വേഷൻ വെച്ച് ചെയ്യാം. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നൊരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കുന്നത് ടൈമാണ്. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഈ 72 km/മണിക്കൂർ എന്നതിനെ വാചക രൂപത്തിലേക്കാക്കി മാറ്റി ഇക്വേഷനൊന്നും ഇല്ലാതെയും ചെയ്യാം. എങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് ലാസ്റ്റ് ഫൈനൽ ആൻസർ സെയിമാണ് കിട്ടുക. പക്ഷേ ഒരു തെറ്റ് വരുത്താൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എങ്ങനെ ചെയ്യുകയാണെങ്കിലും ആ ട്രെയിൻ ടോട്ടൽ സഞ്ചരിച്ച ദൂരം നമുക്ക് വേണം അല്ലേ? ആ ദൂരം എടുക്കുന്നതിലാണ് തെറ്റ് വരുത്താൻ ചാൻസ്. ഇവിടെ എന്താ പറയുന്നത്? 500 മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകാൻ എന്നാണ് പറയുന്നത്. സാധാരണ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്തെടുക്കും? നീളം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എത്ര എടുക്കും? 500 മീറ്റർ എന്ന് എടുക്കും. കാരണം ട്രെയിനിന് എത്ര കടന്നു പോകേണ്ടത്? 500 മീറ്റർ നീളമുള്ള പാലാണ് സഞ്ചരിക്കേണ്ടത് അല്ലേ? അപ്പോൾ ഡിസ്റ്റൻസ് 500 വെച്ചിട്ടാണ് ചെയ്യുക. പക്ഷെ തെറ്റാണ് കേട്ടോ. ഈ ക്വസ്റ്റ്യനിൽ ഡിസ്റ്റൻസ് 500 അല്ല. സപ്പോസ് ഒരാൾ 500 മീറ്റർ നീളമുള്ള പാലം കടന്നു പോവുകയാണ്. അപ്പോൾ എത്ര ടൈം ചോദിച്ചു. അന്നേരം നിങ്ങൾക്ക് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരം 500 മീറ്റർ എടുക്കാം, ഒരു കുഴപ്പമില്ല. ഇനി വേണ്ട, ഒരു ബൈക്കിൽ 500 മീറ്റർ നീളമുള്ള പാലം കടന്നു പോകണം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഉള്ള ടൈം അപ്പോഴും നിങ്ങൾക്ക് എന്തെടുക്കാം? ഡിസ്റ്റൻസ് 500 എടുക്കാം. പക്ഷെ ട്രെയിനിൻ്റെ കേസിൽ 500 മീറ്റർ നീളമുള്ള പാലം കടന്നു പോകണം എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് എത്ര എടുക്കേണ്ടത്? ആ പാലത്തിൻ്റെ നീളം പ്ലസ് ട്രെയിനിൻ്റെ നീളം എടുക്കേണ്ടത് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. 500 മീറ്റർ നീളമുള്ള പാലത്തിന് നമ്മൾ ഡിസ്റ്റൻസ് 500 മീറ്ററിനെ വെച്ച് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? അതാ ട്രെയിൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, 500 മീറ്റർ ഡിസ്റ്റൻസ് എടുത്തെന്നുണ്ടെങ്കിൽ ട്രെയിൻ ഇതാ ഇവിടെ വന്ന് നിൽക്കും. ട്രെയിനിൻ്റെ ഈ ഫ്രണ്ട് എൻഡ് മാത്രം പാലം കടന്നിട്ടുണ്ടാവുള്ളൂ. ബാക്കി കുറച്ച് 100 മീറ്ററിലെ ട്രെയിൻ കുറച്ച് നീളമുള്ള സാധനമല്ലേ, ബാക്കി കുറേ ഉണ്ടായിരിക്കും. എങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് 500 മീറ്റർ എടുക്കുകയാണെങ്കിൽ. പക്ഷേ ഡിസ്റ്റൻസ് 600 മീറ്റർ എടുക്കണം എന്ന് പറയാൻ കാരണം എന്താണ്? 600 മീറ്റർ എടുത്തിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രെയിൻ ഇവിടുന്ന് പുറപ്പെട്ടു, ട്രെയിന് ഇതാ പാലം കടന്ന് ഇപ്പുറത്തെത്തും 600 മീറ്റർ എടുക്കുകയാണെങ്കിൽ. കാരണം 500 മീറ്റർ പാലത്തിൻ്റെ നീളം, 100 മീറ്റർ ട്രെയിനിൻ്റെ നീളം. അപ്പോൾ പാലം കടക്കണം എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ കണ്ടോ, പാലം കടന്നു പോകണം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പാലത്തിൻ്റെ നീളം പ്ലസ് ട്രെയിനിൻ്റെ നീളം വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ പാലത്തിൻ്റെ നീളം 500ഉം ട്രെയിനിൻ്റെ നീളം 100 ആണ്. സോ ടോട്ടൽ ഡിസ്റ്റൻസ് നമ്മളവിടെ എന്തെടുക്കണം? 600 മീറ്റർ എടുക്കണം. അതായത് ഈ ഒരു വേഗതയിൽ ഓടുന്ന ട്രെയിന് 600 മീറ്റർ ദൂരം സഞ്ചരിക്കാൻ എത്ര ടൈം എടുക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായില്ലേ? കോമൺ ആയിട്ട് വരുന്നത് തെറ്റ് പറഞ്ഞതാണ്. ബൈക്കോ അല്ലെങ്കിൽ മനുഷ്യനോ കാറോ എന്തോ ആയിക്കോട്ടെ, അതൊക്കെ ആണെങ്കിൽ പാലം കടന്നു പോകാതെ പറയുമ്പോൾ പാലത്തിൻ്റെ നീളം എടുത്താൽ മതി ഡിസ്റ്റൻസ് ആയിട്ട്. പക്ഷെ ട്രെയിനിൻ്റെ കേസിൽ പാലം കടന്നു പോകണമെന്ന് പറയുമ്പോൾ പാലത്തിൻ്റെ നീളം പ്ലസ് ട്രെയിനിൻ്റെ നീളം എടുക്കണം. ഓക്കെ, അല്ലാതെ പാലത്തിൻ്റെ നീളം മാത്രം എടുത്ത് ചെയ്താൽ ഞങ്ങൾക്ക് ഈ ഫസ്റ്റ് കേസത്തെ ആൻസറാണ് കിട്ടുക. ട്രെയിനിൻ്റെ ഫ്രണ്ട് മാത്രമേ പുറത്തേക്ക് എത്തിയിട്ടുണ്ടാവുള്ളൂ 500 മീറ്റർ വെച്ച് ചെയ്താൽ. ഓക്കെ, പക്ഷെ അങ്ങനെ പോരാ, പാലം കടന്നു പോകണ്ടേ. സോ ട്രെയിനിൻ്റെ നീളം പാലത്തിൻ്റെ നീളം കൂടെ കൂട്ടി കിട്ടുന്നൊരു നീളം അല്ലെങ്കിൽ ആ ഒരു ദൂരമാണ് ഡിസ്റ്റൻസായി എടുക്കേണ്ടത്. ഇവിടെ അത് എത്രയാണ്? 600 മീറ്ററാണ്. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 72 km/മണിക്കൂർ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 600 മീറ്റർ കവർ ചെയ്യാൻ എത്ര ടൈം എടുക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ വ്യക്തമായില്ലേ? സഞ്ചരിക്കുന്ന വേഗത എത്രയാണ്? 72 km/മണിക്കൂർ. എത്ര ദൂരമാണ് കവർ ചെയ്യേണ്ടത്? 600 മീറ്ററാണ് കവർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ ഇക്വേഷനൊക്കെ വെച്ച് ചെയ്യാം. ഓക്കെ, ആ രീതി എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ പറയാനൊന്നുമില്ല, ജസ്റ്റ് വാല്യൂസ് ഇക്വേഷനിൽ കൊടുത്താൽ മതി. മറ്റൊരു രീതിയിൽ പറഞ്ഞുതരാം. ട്രെയിനിൻ്റെ വേഗത എത്രയാണ്? 72 km/മണിക്കൂർ. 72 km/മണിക്കൂർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 1 മണിക്കൂറിൽ ട്രെയിന്
72 കിലോമീറ്റർ സഞ്ചരിക്കും. ഒരു മണിക്കൂറിൽ ട്രെയിന് 72 കിലോമീറ്റർ സഞ്ചരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. എന്തിൻ്റെ അർത്ഥം? ട്രെയിനിൻ്റെ വേഗത 72 കിലോമീറ്റർ പെർ മണിക്കൂറാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഓക്കെ, നമുക്ക് ദൂരമൊക്കെ മീറ്ററിലാണ്, പാലത്തിൻ്റെ നീളമൊക്കെ മീറ്ററിൽ തന്നിരിക്കുന്നത്. സോ നമുക്ക് മീറ്ററിലേക്ക് മാറ്റാം. 72 കിലോമീറ്റർ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ എത്രയാണ്? ഇൻറ്റു 100 ചെയ്യണം അല്ലേ? ഇൻറ്റു 1000 ചെയ്യണം അല്ലേ മീറ്ററിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്രയായി? 72,000 മീറ്റർ. 72 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 72,000 മീറ്ററാണ്. ഓക്കെ അല്ലേ? അതെ. അപ്പോൾ നമ്മൾ 72 കിലോമീറ്ററിന് മീറ്ററിലോട്ട് മാറ്റി. അപ്പോൾ 72,000 കിട്ടി. ഇപ്പോൾ എന്താണ് ട്രെയിനിൻ്റെ വേഗത? 72,000 മീറ്റർ പെർ മണിക്കൂർ, മീറ്റർ പെർ അവർ. എന്താണ് ട്രെയിനിൻ്റെ വേഗത? 72,000 മീറ്റർ പെർ മണിക്കൂർ. അതായത് ഒരു മണിക്കൂറിൽ ആ ട്രെയിന് 72,000 മീറ്റർ കവർ ചെയ്യും. ഓക്കെ, ഇനി ആൻസറിലേക്ക് നോക്കുക. ആൻസറൊക്കെ സെക്കൻഡിലാണ് കിടക്കണേ. സോ നമുക്ക് വേഗതേനെ സെക്കൻഡിലോട്ട് മാറ്റണം. ഒരു മണിക്കൂറിൽ ട്രെയിന് 72,000 മീറ്റർ കവർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റിൽ എത്ര മീറ്റർ കവർ ചെയ്യും? ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് അല്ലേ? അതെ. അപ്പോൾ ഒരു മണിക്കൂറിൽ 72,000 മീറ്റർ ആണെങ്കിൽ ഒരു മിനിറ്റിൽ എത്ര കവർ ചെയ്യാൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബൈ 60 ചെയ്താൽ മതി. ഓക്കെ, ബൈ 60 ചെയ്യുമ്പോൾ 1200 കിട്ടുക. ഇപ്പം എന്തായി? 1200 മീറ്റർ പെർ മിനിറ്റ് എന്ന് കിട്ടി. എന്ത്? ട്രെയിനിൻ്റെ വേഗത. ട്രെയിനിൻ്റെ വേഗത എത്രയാണ്? 1200 മീറ്റർ പെർ മിനിറ്റ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ട്രെയിന് ഒരു മിനിറ്റിൽ 1200 മീറ്റർ ദൂരം കവർ ചെയ്യും. നമ്മളെ ആൻസർ സെക്കൻഡിലാണ് കിടക്കണേ. അപ്പോൾ വീണ്ടും മിനിറ്റിനെ മാറ്റണം. ഒരു മിനിറ്റിൽ 1200 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര ദൂരം കവർ ചെയ്യുന്നത് എങ്ങനെ കണ്ടുപിടിക്കുക? മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റാൻ എന്താ ചെയ്യുക? ബൈ 60 ചെയ്യുക. അപ്പോൾ 1200 ബൈ 60 ചെയ്യുക. അപ്പോൾ 20 കിട്ടും. ഓക്കെ, 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഇതെന്താണ്? ഇതിൻ്റെ അർത്ഥം എന്താണ്? ട്രെയിനിൻ്റെ വേഗത 20 മീറ്റർ പെർ സെക്കൻഡാണ് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ഒരു സെക്കൻഡിൽ ട്രെയിന് 20 മീറ്റർ സഞ്ചരിക്കും. ട്രെയിനിൻ്റെ വേഗത 20 മീറ്റർ പെർ സെക്കൻഡാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു സെക്കൻഡിൽ ട്രെയിന് 20 മീറ്റർ ദൂരം സഞ്ചരിക്കും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു? നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പാലത്തിൻ്റെ ദൂരം 500, ട്രെയിനിൻ്റെ നീളം 100, സോ 600, ടോട്ടൽ 600. 600 മീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം വേണമെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? 600 മീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം വേണമെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എന്ത് കിട്ടി? 20 മീറ്റർ സഞ്ചരിക്കാൻ ഒരു സെക്കൻഡ് വേണം. ഒരു സെക്കൻഡിൽ 20 മീറ്റർ സഞ്ചരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വേഗതേനെ എങ്ങനെ? വേഗത 72 കിലോമീറ്റർ പെർ മണിക്കൂറാണ്. അതിനെങ്ങനെ മാറ്റി കൊണ്ടാണ് ഇത്. മണിക്കൂറിനെ മിനിറ്റിലേക്കും സെക്കൻഡിലേക്കൊക്കെ ആക്കി, കിലോമീറ്ററിനെ മീറ്ററിലേക്കൊക്കെ ആക്കി, അങ്ങനെ മാറ്റി കൊണ്ടാണ് ഇത് വേഗത. എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡാണ്. ഇത് വേണമെങ്കിൽ നേരിട്ട് മാറ്റാം കേട്ടോ. ഈ കിലോമീറ്റർ പെർ അവറിനെയും മീറ്റർ പെർ സെക്കൻഡിനെയൊക്കെ നേരിട്ട് മാറ്റാം. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഈ വേഗത പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് മനസ്സിലായിക്കോട്ടെ എഴുതിയിട്ടാണ് ഇങ്ങനെ ചെറുതാക്കി മാറ്റിക്കൊടുന്നത് കേട്ടോ. എന്തായാലും ട്രെയിനിൻ്റെ വേഗത ഇപ്പോൾ എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു സെക്കൻഡിൽ 20 മീറ്റർ സഞ്ചരിക്കും എന്നാണ് അർത്ഥം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 600 മീറ്റർ സഞ്ചരിക്കാൻ എത്ര സെക്കൻഡ് വേണം എന്നാണ്. ഓക്കെ, അപ്പോൾ 20ന് എത്ര കൊണ്ട് ഗുണിക്കുമ്പോൾ 600 കിട്ടുക? 30 കൊണ്ട് ഗുണിക്കുമ്പോൾ 20 ഇൻറ്റു 30 600 അല്ലേ? അപ്പോൾ സെക്കൻഡിന് എത്ര കൊണ്ട് ഗുണിക്കണം? സെക്കൻഡിന് 30 കൊണ്ട് ഗുണിക്കണം. 30 സെക്കൻഡ്. മനസ്സിലായില്ലേ? ഇവിടെ ചെറിയ കൺഫ്യൂഷൻ വന്നിട്ടാണ് ഞാൻ ഒന്നുകൂടെ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. എന്തായാലും നമ്മൾ ഇവിടെ എങ്ങനെ എത്തിയത്? ഒരു സെക്കൻഡിൽ 20 മീറ്റർ സഞ്ചരിക്കും. അങ്ങനെയാണെങ്കിൽ 600 മീറ്റർ സഞ്ചരിക്കാൻ എത്ര ദൂരം വേണം എന്നാണ് ചോദ്യം. ഞാൻ വേറെ രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ ഇവിടെ തന്നെ ചെയ്യാം, ഇങ്ങനെ തന്നെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒരു സെക്കൻഡിൽ എത്രയാണ്? 20 മീറ്ററാണ് സഞ്ചരിക്കുക. ഓക്കെ, ഇത് തിരിച്ചെഴുതേ. നല്ലത്.
20 മീറ്റർ സഞ്ചരിക്കാൻ എത്ര വേണം? 1 സെക്കൻഡ് വേണം അല്ലേ? അങ്ങനെയാണെങ്കിൽ 1 മീറ്റർ സഞ്ചരിക്കാൻ എത്ര സെക്കൻഡ് വേണം? 1/20 സെക്കൻഡ് വേണം. ഓക്കെ, 1 മീറ്റർ സഞ്ചരിക്കാൻ 1/20 സെക്കൻഡ് വേണം. അങ്ങനെയാണെങ്കിൽ 600 മീറ്റർ സഞ്ചരിക്കാനോ? 1/20 × 600 ചെയ്യുമ്പോൾ 30 കിട്ടുക. മനസ്സിലായോ? 20 മീറ്റർ സഞ്ചരിക്കാൻ 1 സെക്കൻഡ് വേണം. അങ്ങനെയാണെങ്കിൽ 1 മീറ്റർ സഞ്ചരിക്കാൻ 1/20 സെക്കൻഡ് വേണം. ഓക്കെ 1 മീറ്റർ സഞ്ചരിക്കാൻ 1/20 സെക്കൻഡ് വേണം. ഒരു മിഠായിയുടെ വില 1/20 ആണ്. അങ്ങനെയാണെങ്കിൽ 600 മിഠായിയുടെ വില കണ്ടെന്താ ചെയ്യുക? 1/20 × 600 ചെയ്യും അല്ലേ? അപ്പോൾ 1 മീറ്റർ സഞ്ചരിക്കാൻ 1/20 സെക്കൻഡാണ്. അങ്ങനെയാണെങ്കിൽ 600 മീറ്റർ സഞ്ചരിക്കാൻ 1/20 × 600, ഉത്തരം 30 സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, 30 സെക്കൻഡ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇക്വേഷൻ വെച്ച് ചെയ്യാമായിരിക്കും ഒന്നും കൂടെ എളുപ്പം. പക്ഷേ ഈ ഒരു ലോജിക്ക്, അതായത് വേഗത എന്ന് പറഞ്ഞാൽ ഇന്നതാണ്. ഇപ്പോൾ 72 km/h എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അതൊരു സംഖ്യ അല്ലെങ്കിൽ ഒരു യൂണിറ്റും അല്ല. അതിന് ഇങ്ങനൊരു അർത്ഥമുണ്ട്. 72 km/h എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൽ 72 കിലോമീറ്ററാണ് സഞ്ചരിക്കുക. അങ്ങനെ ഒരു അർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു രീതിയിൽ ചെയ്തത് കേട്ടോ. ചില നമ്പേഴ്സൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ഒരു അർത്ഥം വെച്ച് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് 1-2 സ്റ്റെപ്പിൽ ആൻസർ കിട്ടും. പക്ഷേ ഈ നമ്പേഴ്സ് ഇപ്പോൾ ഈ 100ഉം 600ഒക്കെ വരുമോ 72ഒക്കെ വരികയാവുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഇക്വേഷൻ ചെയ്യാമായിരിക്കും ഒന്നും കൂടെ എളുപ്പം. ഓക്കെ, എന്തായാലും 2 രീതിയിലും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.